ജൂൺ 1 വിശുദ്ധ ജസ്റ്റിൻ. ആദിമസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ എഴുത്തുകാരിൽ ഒരാളാണ് ജസ്റ്റിൻ. ക്ഷമാപണക്കാർ, പ്രഭാഷകർ, തത്ത്വചിന്തകർ എന്നിവരുടെ രക്ഷാധികാരിയാണ്. നൂറിൽ പലസ്തീൻ പ്രവിശ്യയായ സമറിയായിൽ ജനിച്ചു. ഒരു പുറംജാതീയ ഗ്രീക്കുകാരുടെ മകനായിരുന്നു. തത്ത്വചിന്തയിൽ താൽപ്പര്യമുള്ള ജസ്റ്റിൻ വിവിധ ചിന്താധാരകളിൽ സത്യത്തിനായി നോക്കി. തത്ത്വചിന്തകരുടെ ബുദ്ധിപരമായ അഹങ്കാരങ്ങളിലും പരിമിതികളിലും ദൈവത്തോടുള്ള നിസ്സംഗതയിലും അദ്ദേഹം നിരാശനായി. ഒരു വൃദ്ധനുമായി ഉണ്ടായ കൂടിക്കാഴ്ച ജസ്റ്റിൻ്റെ ജീവിതം മാറ്റിമറിച്ചു. അവൻ യഹൂദ പ്രവാചകന്മാരെ പഠിക്കാൻ പ്രേരിപ്പിച്ചു. അവൻ ദൈവത്തിൻ്റെ പ്രചോദനത്താൽ സംസാരിക്കുകയും ക്രിസ്തുവിൻ്റെ വരവും അവൻ്റെ സഭയുടെ അടിത്തറയും പ്രവചിക്കുകയും ചെയ്തു. എല്ലാറ്റിനുപരിയായി ജീവിതത്തിൻ്റെ കവാടങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെടാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ജസ്റ്റിൻ ക്രിസ്തുമതം പഠിച്ചു. 30-ാം വയസ്സിൽ സ്നാനമേറ്റു. അവൻ രാവും പകലും വിശുദ്ധ ഗ്രന്ഥം പഠിച്ചു. അവൻ്റെ ആത്മാവ് ദിവ്യാഗ്നിയിൽ നിറഞ്ഞു. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ക്രിസ്ത്യൻ വിശ്വാസത്തെ വിശദീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. അദ്ദേഹത്തിൻ്റെ 2 ക്ഷമാപണങ്ങളാണ് ഏറ്റവും പ്രശസ്തമായത്. ജസ്റ്റിൻ്റെ രചനകൾ ആദ്യകാല സഭയുടെ വിശ്വാസങ്ങളെയും ആരാധന രീതികളെയും കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നൽകുന്നു. ജസ്റ്റിൻ ഞായറാഴ്ച ആരാധനാക്രമത്തെ ഒരു ത്യാഗമായി വിശേഷിപ്പിക്കുന്നു. കുർബാനയെ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശരീരവും രക്തവുമാണെന്ന് പറയുന്നു. കൂടാതെ ബ്രഹ്മചര്യത്തെ ഒരു വിശുദ്ധ വിളിയായി വിവരിക്കുന്നു. 150-ൽ എഴുതിയ വിശ്വാസത്തിൻ്റെ ആദ്യ പ്രതിരോധം സഭയെ സഹിഷ്ണുതയോടെ കാണണമെന്ന് ചക്രവർത്തിയെ ബോധ്യപ്പെടുത്തി. 167-ൽ ചക്രവർത്തി പീഡനം ആരംഭിച്ചു. ജസ്റ്റിനെ പിടികൂടി റോമിലെ പ്രിഫെക്ട്സിൻ്റെ മുമ്പാകെ കൊണ്ടുവന്നു. ദൈവങ്ങളെ അനുസരിക്കുകയും ചക്രവർത്തിയുടെ ശാസനകൾ അനുസരിക്കുകയും ചെയ്താൽ ജസ്റ്റിന് രക്ഷപ്പെടാമെന്ന് പ്രിഫെക്ട്സ് പ്രസ്താവിച്ചു. കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി പീഡകൾ സഹിക്കുന്നതിനേക്കാൾ ആത്മാർത്ഥമായി ഞങ്ങൾ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഒരിക്കലും വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുകയില്ല എന്ന് ജസ്റ്റിൻ പ്രതികരിച്ചു. ജസ്റ്റിനെ ചമ്മട്ടികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. വിശുദ്ധ ജസ്റ്റിനെ രക്തസാക്ഷിയായി കണക്കാക്കപ്പെടുന്നു.